ആളുകളിൽ നിന്ന് ഏറ്റവും അധികം പണം വാങ്ങുന്നത് ഏതു പാർട്ടിയാണെന്ന് എല്ലാവർക്കും അറിയാം. ആന്റോ ആന്റണി. തെരഞ്ഞെടുപ്പ് പ്രചാരണങ്ങൾക്കായി പണം വാങ്ങിയിട്ട് തിരികെ നൽകിയില്ലെന്ന നെടുമ്പറമ്പിൽ ക്രെഡിറ്റ് സിൻഡിക്കേറ്റ് ഉടമയും കേരള കോൺഗ്രസ് എം നേതാവുമായ എൻ രാജുവിന്റെ ആരോപണത്തിൽ പ്രതികരിച്ച് പത്തനംതിട്ട MP ആന്റോ ആന്റണി. രാജു എന്നെ സഹായിച്ചിട്ടുണ്ട്. അന്ന് അദ്ദേഹം UDF നേതാവായിരുന്നു. തെരഞ്ഞെടുപ്പ് സമയത്ത് അങ്ങനെ സഹായം ലഭിക്കാതെ ഒരു കോൺഗ്രസ് സ്ഥാനാർത്ഥിക്കും നിലനിൽക്കാൻ സാധിക്കില്ല. കാരണം കോൺഗ്രസിന് പണമില്ലെന്നും അദ്ദേഹം വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. രാജു എന്നെ സഹായിച്ചിരുന്നു. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് 2 മാസം കഴിഞ്ഞപ്പോൾ പണം തിരികെ ആവശ്യപ്പെട്ടു. പണം തിരിച്ചു കൊടുത്തു. എന്നെ മാത്രമല്ല CPMനെയും സഹായിച്ചിട്ടുണ്ട്. 2 കോടിയെക്കുറിച്ച് എനിക്കറിയില്ല. ഇടതുമുന്നണിയുടെ സമ്മർദ്ദം കൊണ്ട് എന്തെങ്കിലും ആരോപണം രാജുവിനുണ്ടെങ്കിൽ നിയമപരമായി കേസ് കൊടുക്കട്ടെ. കള്ളപ്രചരണം കൊണ്ട് എവിടെയും എത്തില്ല. എല്ലാ തെരഞ്ഞെടുപ്പുകളിലും പലരും സഹായിച്ചിട്ടുണ്ട്. തെരഞ്ഞെടുപ്പ് സമയത്തെ സഹായമെന്ന നിലയിലാണ് രാജുവിൽ നിന്ന് പണം വാങ്ങിയത്. സ്വീകരിക്കുന്ന പണത്തിന്റെ കണക്ക് രേഖാമൂലം കൊടുക്കുകയും ചെയ്തു. തെരഞ്ഞെടുപ്പ് കമ്മീഷന് കൃത്യമായ കണക്ക് നൽകിയിട്ടുണ്ട്. വേറെ ഏതോ സ്ഥാപനത്തിൽ ആർക്കൊക്കെയോ നിക്ഷേപമുണ്ടെന്ന് തെറ്റിദ്ധരിച്ച് ഈ സ്ഥാപനത്തിന്റെ പേരിൽ എന്റെ പേര് ചേർത്ത് കള്ള ആരോപണം കൊണ്ടുവന്ന് പുകമറ സൃഷ്ടിക്കാൻ നടത്തിയ ദയനീയ പരാജയമാണ് ഇവിടെ കണ്ടത്. ആന്റോ ആന്റണി വ്യക്തമാക്കി. CPMും BJPയും ഒഴുക്കുന്നതുപോലെ 50 കോടിയും 100 കോടിയും തെരഞ്ഞെടുപ്പിൽ ഒഴുക്കാൻ എൻ്റെ കയ്യിലില്ല. അതുകൊണ്ട് സമൂഹത്തിലുള്ള ആളുകൾ സഹായിച്ചു തന്നെയാണ് തെരഞ്ഞെടുപ്പ് നടത്തുന്നത്. മറ്റു പാർട്ടികൾ കോടാനുകോടി രൂപ വലിച്ചെറിയുമ്പോൾ ഞാൻ പരിമിതമായ സാഹചര്യങ്ങളിൽ നിന്നാണ് തെരഞ്ഞെടുപ്പ് നടത്തുന്നത്. തെരഞ്ഞെടുപ്പ് പ്രചരണങ്ങൾക്കായി 2 മാസത്തിനകം തരാമെന്ന ഉറപ്പിൽ ആന്റോ ആന്റണി 2 കോടി രൂപ വാങ്ങിയെന്നും എന്നാൽ 7 വർഷം കഴിഞ്ഞിട്ടും അതിൽ 20 ലക്ഷം മാത്രമാണ് തന്നതെന്നായിരുന്നു NM രാജുവിൻ്റെ ആരോപണം.